പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 165 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവുമായി പഴയ നിയമ പെസഹ കുഞ്ഞാടുമായുള്ള ബന്ധമാണ് ഈ എപ്പിസോഡിലെ പഠന വിഷയം. പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവിൻ്റെ നിഴലാവുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 29 യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ മബ്ദാന വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 1 കൊരിന്ത്യർ 5:7 പൗലോസ്ലീഹ സാക്ഷിക്കുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും ആർക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്നാണ്. പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് ആയിരിക്കണം. പുറപ്പാട് 12:5 അത് തന്നെ പറയണം, അത് ആണായിരിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:4 ഇപ്രകാരം നാം വായിക്കുന്നു, ഇവനിൽ ഞാൻ കുറ്റം കാണുന്നില്ല. പീലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറയുന്നതായി താഴെ സുവിശേഷം 27:24 നാം വായിക്കുന്നു. പെസഹയിൽ പുളിപ്പ് നീക്കം ചെയ്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ പുളിപ്പ് ദുഷ്ടതയും തിന്മയുമാകുന്ന പുളിപ്പാകുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസ് യേശുവിനെ കുറിച്ച് നിർദോഷവും നിഷ്കളങ്കനും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:19 യേശു ക്രിസ്തുവിൻ്റെ രക്തം പുണ്യാഹ രക്തം എന്ന് എബ്രായ ലേഖനം 12:24 സാക്ഷിക്കുന്നു. പെസഹ കുഞ്ഞാട് ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ നമ്മുടെ പെസഹ കുഞ്ഞാട് ആകുന്ന ക്രിസ്തു അറുക്കപ്പെട്ടതിനാൽ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ആദാമ്യ വർഗത്തെ പൂർണ്ണമായും രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിർബന്ധമായി നാം മനസ്സിലാക്കേണ്ടതായ കാര്യം. വിശുദ്ധിയോടുകൂടെ ഭക്ഷിക്കണമെന്ന പെസഹയുടെ വ്യവസ്ഥ വിശുദ്ധ നിയമസഭയുടെ പെസഹയാകുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് വിശുദ്ധിയുള്ളവരും വെടിപ്പുള്ളവരുമായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇതാണ് പഴയ നിയമ പെസഹ കുഞ്ഞാടും യേശുക്രിസ്തുവും തമ്മിലുള്ളതായ നെടുപൊരുൾ ബന്ധമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവിൻ്റെ നിഴൽ ആയിരുന്നു. ദൈവനെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്നേഹപൂർവ്വം കണ്ണിക്കോട്ട് അച്ഛൻ.